അപ്പോൾ ഒരു ചലഞ്ച് ഉണ്ട്, താല്പര്യമുണ്ടോ? SP ചലഞ്ചസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഞാൻ ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. 1 കിലോ പഞ്ഞി 1 കിലോ ഇരുമ്പും കൂടെ തൂക്കിയാൽ ഭാരം കൂടുതൽ ഏതിന്? ഇരുമ്പിന്. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. 1 കിലോ ഇരുമ്പും. പോട്ടെ. ആദ്യത്തെ മുഖ്യമന്ത്രി ആരാന്നറിയോ? നമ്മുടെ ഒരു 5 മുഖ്യമന്ത്രിമാരുടെ പേര് പറയാമോ? EMS ഒരാൾ. അപ്പൊ ഇതൊക്കെ അറിയായിരുന്നു. അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഓക്കെ. അപ്പൊ പേരെന്തായിരുന്നു? ഗൗരി ശങ്കർ. ഗൗരി ശങ്കറിന് ഒരു സമ്മാനമുണ്ട്. അപ്പം ലൂക്ക ജെൻസ് ആൻഡ് കിഡ്സ് വെയർ മാവേലിക്കര നമ്മുടെ മിച്ചൽ ജംഗ്ഷനിലുള്ള കടയാണ് ലൂക്ക. മിതമായ നിരക്കിൽ സാധാരണക്കാരന് പറ്റുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള നല്ല തുണിത്തരങ്ങൾ കൊടുക്കുന്ന കടയാണ് ലൂക്ക. അപ്പം ലൂക്കായുടെ ഒരു സമ്മാനം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായോ? SP ചലഞ്ചസ്. അപ്പോൾ SP ചലഞ്ചസ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി ഈ വഴി വരും, വേറെ സമ്മാനങ്ങളുമായിട്ട് വരും. അപ്പോൾ ഓക്കെ, ശരി, നമസ്കാരം. ഞങ്ങൾ SP ചലഞ്ചിൻ്റെ ഒരു ചലഞ്ചിങ് മത്സരമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മുടെ ദേവനാരായണനെ പരിചയപ്പെട്ടു. ദേവനാരായണനൊരു പ്രൈസൊക്കെ കിട്ടി. അപ്പോഴാണ് ഇദ്ദേഹം ഒരു ചെറിയ കലാകാരനാണെന്ന് അറിയുന്നത്. നമ്മുടെ ഈ ചാനലിൻ്റെ പ്രത്യേകത കലാകാരന്മാരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹം സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ ഒക്കെ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള നല്ലൊരു കൊച്ചു കലാകാരനാണ്. അതുകൊണ്ട് തന്നെ ദേവനാരായണൻ്റെ ഒരു പാട്ട്, എന്തോ പാട്ട് പാടുന്നത്? കവിതയാണോ? അല്ല, സിനിമാ പാട്ട്. അപ്പോൾ ഒരു സിനിമാ പാട്ട് ദേവനാരായണൻ നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്നതാണ്. നിന്റെ നോപുരമർമരം ഒന്നു കേൾക്കാനായി വന്നോ ഞാൻ, നിന്റെ സ്വാന്തന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയോ എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. കൊള്ളാം, സൂപ്പർ പാട്ടാണ്, അടിപൊളി. അപ്പൊ നമ്മൾ ഇത് ചാനലിൽ കൂടെ കാണിക്കും. അപ്പം തുടർന്നും എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് നല്ലൊരു ഗായകനായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.